मिला है उसे हम प्राप्त करना है। പക്ഷെ കൃപ ഒരിക്കലും നിയമത്തിന് പുറത്തല്ല. देखो अनुग्रह नियम के बाहर नहीं है। ഹല്ലേലൂയ. आमेन। ഹല്ലേലൂയ. നിയമത്തിനകത്ത് ഉള്ള കൃപയാണ് കൃപ. नियम के अंदर का अनुग्रह है वो अनुग्रह है। ഇവിടെ നമ്മൾ ട്രാഫിക് ജംഗ്ഷനിൽ പോകുമ്പോൾ हम जब ट्रैफिक सेक्शन में सिग्नल में जाते हैं तो അവിടെ ട്രാഫിക് നിയമമുണ്ട്. उस जगह में सिग्नल का एक नियम है। ഹല്ലേലൂയ. आमेन। ചുവപ്പ് കണ്ടാൽ നിൽക്കണം, रेड लगेगा तो रुकना है, പച്ച കണ്ടാൽ പോകണം, ब्लू और हरा देखेगा तो जाना है, മഞ്ഞ കണ്ടാൽ പതുക്കെ പോകണം. येलो देखेगा तो धीरे से जाना है। ഹല്ലേലൂയ. आमेन। നമ്മുടെ ഒരു ചിന്തയുണ്ട്, हमारा एक चिंता है കർത്താവ് കൃപ തന്നു കഴിഞ്ഞാൽ, प्रभु अनुग्रह देने के बाद, കർത്താവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ उद्धार पाने के बाद എങ്ങനെയും ജീവിക്കണമെന്നല്ല, कैसे कैसे रहने के लिए नहीं, ദൈവത്തിന്റെ നിയമത്തിനകത്ത് ജീവിക്കണം. परमेश्वर के नियम के अंदर जीवन बिताना है। ഹല്ലേലൂയ. आमेन। അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. वही है जो आपको परिपूर्ण स्वतंत्रता मिलता है। നിയമത്തിന് പുറത്തുള്ളത് സ്വാതന്ത്ര്യമല്ല, नियम के बाहर आपको स्वतंत्रता അത് है, മരണത്തിലേക്കുള്ള വഴിയാണ്. वो आपको मृत्यु में लेके जाने वाला मार्ग है। മദ്യവും മയക്കുമരുന്നും കഞ്ചാവും സിനിമയും വെറിക്കൂത്തും നാടകവും സീരിയലും എല്ലാം മരണത്തിലേക്കുള്ളതാണ്. दारू पीना, सिगरेट पीना, गंजा पीना, मजाक करना, सीरियल देखना, ये सारा सब कुछ मृत्यु में आपको लेके जाता है। യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ഈ ലോകത്തുണ്ട്. यीशु को विश्वास करने वाला बड़ा सा एक संगति इस दुनिया में है। യേശുവിനെ വിശ്വസിക്കുന്ന കോടാനുകോടി ആളുകളുണ്ട്. उसके बाद यीशु को विश्वास करने वाला करोड़ करोड़ लोग भी है। പക്ഷേ യേശുവിനെ അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? फिर भी यीशु का बात मानने वाला कितने लोग हैं? രണ്ടും രണ്ട് വഴിയാ. दो रास्ता है। ഹല്ലേലൂയ. हालेलुया। യേശുവിനെ അനുസരിക്കുന്നവരുടെ വഴി നോക്കി അഞ്ചാറ് പേരെ ഉണ്ടാവും. यीशु के बात मान के चलने वालों को हम देखेंगे तो 5-6 लोग। ചർച്ച് മെമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാകാം. कलीसिया के लोग बहुत है, പക്ഷേ യേശുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനാകും. फिर भी क्या उसमें से मैं यीशु के बात मान रहा हूँ? ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ एक घर में अगर 5 बेटा बेटी है तो ആ 5 മക്കളിൽ वो 5 बेटा बेटी में से അപ്പനുമായിട്ട് എന്നും സംസാരിക്കുകയും അപ്പനെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പുത്രനുണ്ടെങ്കിൽ बाप के साथ बात करना, बाप के बात मानने वाला एक पुत्र है तो ആ പുത്രനോടാണ് ഏറ്റവും കൂടുതൽ അപ്പന് സ്നേഹം वो ഉണ്ടാകുക. पुत्र के साथ ज्यादा प्रेम करेगा पिता। ഹല്ലേലൂയ. हालेलुया। അപ്പനെ ഇഷ്ടമില്ലാത്ത ചെയ്യുന്ന, अगर जो पसंद नहीं है वो करता, അപ്പനെ വിട്ടു പോകുന്ന, पापा को छोड़ के जाना, അപ്പനുമായിട്ട് ബന്ധമില്ലാത്ത, पापा के साथ संग नहीं देना, അപ്പൻ പറഞ്ഞത് അനുസരിക്കാത്ത पापा का बात नहीं मानना, ഒരു പുത്രനെ അപ്പൻ സ്നേഹിക്കുമോ? क्या वो पुत्र को उसका पिता प्रेम करेगा? സ്നേഹിക്കില്ല. प्रेम नहीं करेगा। ഹല്ലേലൂയ. हालेलुया। യേശു സ്നേഹിക്കണമെങ്കിൽ यीशु प्रेम करना है, യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. यीशु की आज्ञा को मानना है, യേശുവിന്റെ ഇഷ്ടം പ്രാപിക്കണമെങ്കിൽ, यीशु का पसंद को प्राप्त करना है, യേശുവിന്റെ നന്മ പ്രാപിക്കണമെങ്കിൽ, यीशु के अनुग्रह प्राप्त करना है, ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ परमेश्वर के राज्य का अनुग्रह को प्राप्त करना है तो നിയമത്തിനകത്ത് യേശുവിനെ അനുസരിക്കണം. नियम के अंदर यीशु के बात को मानना है। ഹല്ലേലൂയ. आमेन। കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. देखो जो अनुग्रह आपको मिला है पाप करने का लाइसेंस नहीं है वो। ഹല്ലേലൂയ. आमेन। പലപ്പോഴും നമ്മൾ കൃപയാൽ കർത്താവേ എന്നെ ഭാവം ക്ഷമിക്കണം. बोलना प्रभु तेरे अनुग्रह से मेरे पाप को क्षमा कर। ഈ ഇൻഷുറൻസ് ഉള്ള കാറ് ഇടയ്ക്കിടയ്ക്ക് മതിൽ കൊണ്ട് കുത്തുവോ, ഇടി കൊടുക്കുവോ? ഇൻഷുറൻസ് ഉള്ള കാറ് जब आपके पास इंश्योरेंस रहेगा कार को लेके जाके